വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതകൾ ചർച്ച ചെയ്തു വരികയാണ് നാം. ഇത് അന്ത്യപ്രവാചകന്റെ അമാനുഷികതയാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ തെളിവുകളുടെ ചർച്ചയുടെ തുടർച്ച തന്നെയാണ് ഇതും. വിശുദ്ധ ഖുർആനിൽ അനേകം പിൽക്കാലത്ത് സയൻസ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങൾ ധാരാളം കാണാൻ കഴിയും. അതിൻ്റെ പൊരുളെന്താ? ഈ ശാസ്ത്രീയ സത്യങ്ങളെ സംഭവിപ്പിക്കുന്നവൻ്റെ വചനങ്ങൾ തന്നെയാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ്. അതിൽപ്പെട്ട മറ്റൊരു വചനമാണ് ഖുർആൻ മനുഷ്യൻ്റെ വിരലടയാളത്തെക്കുറിച്ച് പറയുന്നു എന്ന് നാം കേട്ടു പരിചയിച്ചിട്ടുള്ള വചനം. സൂറത്തുൽ ഖിയാമയിലാണ്. അതിൽ 3-4 വചനങ്ങളാണ്. നമുക്കത് പാരായണം ചെയ്യാം. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അയഹ്സബുൽ ഇൻസാൻ അല്ലൻ യജ്മഅ ഇദാമ. ഈ നശിച്ചുപോയ അസ്ഥിപഞ്ജരങ്ങളെ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ലെന്നാണോ മനുഷ്യൻ വിചാരിക്കുന്നത്? മനുഷ്യരൊക്കെ ഒന്നുകിൽ കത്തിച്ചു കളഞ്ഞിട്ടുണ്ടാകും, ചാരമാക്കിയിട്ടുണ്ടാകും. അള്ളാഹുവിന് വെല്ലുവിളിക്കുകയാണ്, പുനർജന്മം നിനക്ക് സാധ്യമാണെങ്കിൽ നീ ഒന്ന് സാധിപ്പിച്ചു തന്നോളൂ എന്ന് പറഞ്ഞ പുനർജന്മ നിഷേധികളാണ് ആദ്യത്തിൽ ഈ കത്തിച്ചു നശിപ്പിക്കുക എന്ന ഒരു സംസ്കാരം കൊണ്ടുവന്നത്. പിന്നെ മണ്ണിലിട്ട് കുഴിച്ചടക്കുന്നവരുണ്ട്, അതും ദ്രവിച്ചു പോകും, കുറേ കഴിയുമ്പോൾ അസ്ഥികളും ഇല്ലാതാകും. അപ്പം ഇങ്ങനെ നാമാവശേഷമായി പോയ അസ്ഥികളെ എങ്ങനെയാണ് പുനർജനിപ്പിക്കുക? ഇതാണ് ചോദ്യം. ഇത് അള്ളാഹുവിന് ഇത് കഴിയില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. അതിന് മറുപടി റബ്ബ് പറയുകയാണ്, അഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ കണക്കാക്കുകയാണോ, അൻ ലൻ യജ്മഅ ഇദാമ, ഇതിനെ ഒരുമിച്ച് കൂട്ടാൻ, ഈ അസ്ഥിപഞ്ജരങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് കഴിയില്ലെന്നാണോ മനുഷ്യ നീ കണക്കാക്കുന്നത്? എന്നിട്ട് അള്ളാഹു സൂചന നൽകുകയാണ്, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, തീർച്ചയായും ബലാതെ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, മനുഷ്യൻ്റെ വിരലടയാളം, മനുഷ്യൻ്റെ വിരൽ തുമ്പ് ശരിപ്പെടുത്തിയത് ഞാനല്ലേ? മനുഷ്യൻ്റെ വിരൽ തുമ്പ് ശരിപ്പെടുത്താൻ മാത്രം ശക്തനല്ലേ നാം എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ ഇത് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല അല്ലേ? ഇങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല. അള്ളാഹു മറ്റൊരിടത്ത് സൂറത്തു യാസീനിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. പുനർജന്മ നിഷേധികൾക്കുള്ള മറുപടി കൃത്യമായി റബ്ബ് പറയുന്നുണ്ട്. എന്താണത്? പുനർജന്മം നിഷേധിക്കുന്ന ആളുകളുണ്ട്. നുരുമ്പിപ്പോയതിനെ എങ്ങനെയാണ് അള്ളാഹു ഒരുമിച്ച് കൂട്ടാൻ കഴിയുക? സാധ്യമല്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി, പണ്ടും മനുഷ്യരുണ്ടായിരുന്നില്ലല്ലോ, ഇല്ലായ്മയിൽ നിന്ന് ഈ മനുഷ്യരെ സൃഷ്ടിച്ചത് അള്ളാഹുവായ ഞാനല്ലേ? ആ അള്ളാഹുവിന് പിന്നെ നുരുമ്പിപ്പോയ ശേഷം രണ്ടാമത് സൃഷ്ടിക്കാനാണോ പ്രയാസം? ഒരിക്കൽ സാധ്യമായത് പിന്നീട് എങ്ങനെ അസാധ്യമാകും? വെരി ലോജിക്കൽ ആൻസർ. ഇനി അത് മനസ്സിലാകാത്ത ആളുകളോട് രണ്ടാമത് മയപ്പെടുത്തി പറയുന്ന മറുപടിയാണ് ഇത്. നുരുമ്പിപ്പോയ അസ്ഥികളെ എങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹുവിന് കഴിയും? അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ വിരൽ തുമ്പ് ശരിപ്പെടുത്തിയവന് അത് കഴിയും. എന്താണ് ഈ വിരൽ തുമ്പ് ഇവിടെ പറയാനുള്ള കാരണം? വിരൽ തുമ്പ്, മനുഷ്യൻ്റെ കൈവിരലുകൾ വ്യത്യസ്ത ആകൃതിയുള്ളതാണ്, വ്യത്യസ്ത വലിപ്പമുള്ളതാണ്. ഈ വിരലുകൾ വ്യത്യസ്ത വലിപ്പമുള്ള, വ്യത്യസ്ത മൾട്ടി ഫങ്ഷനാലിറ്റിക്ക് കഴിയുന്നു എന്നതാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി പരിണാമശാസ്ത്രജ്ഞർ എണ്ണുന്നത്. പല ഘടകങ്ങളുണ്ട്. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ളത്, തല ഇങ്ങനെ ചരിക്കാനുള്ളത്, തുടങ്ങി ധാരാളം ഘടകങ്ങൾ അവർ എണ്ണുന്നുണ്ട്. അതിൽപ്പെട്ടതെന്നാണ് നമ്മുടെ ഈ കൈകൾ. ആയുധങ്ങൾ ഉണ്ടാക്കാനും മറ്റുമൊക്കെ ഈ കൈകളുടെ ഈ ഫങ്ഷനാലിറ്റി വളരെ മനുഷ്യനെ സഹായിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യാൻ മനുഷ്യനെ സാധ്യമാക്കുന്നു എന്ന ഒരർത്ഥം മാത്രമാണോ കൈവിരലുകൾക്ക് കൊടുക്കാൻ കഴിയുക? മറിച്ച് ഈ ചോദ്യത്തിൽ ഒരു കാര്യമില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം അസ്ഥികളും ഒരുപോലെ നുരുമ്പിപ്പോയി. ഇനി പുനർജനിപ്പിക്കുന്ന സമയത്ത് ഏത് മനുഷ്യൻ്റെ അസ്ഥിയാണ് എന്ന് എങ്ങനെ അള്ളാഹുവിന് തിരിച്ചറിയും എന്ന ഒരു ചോദ്യം, എന്ന ഒരു ഉദ്ദേശം ഈ ചോദ്യകർത്താവിൻ്റെ മനസ്സിലുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. സ്വാഭാവികമാണല്ലോ. ഇനി അതിനുള്ള മറുപടിയിൽ, നിന്റെ വിരലടയാളം ശരിപ്പെടുത്തിയത്, നിന്റെ കൈവിരലുകൾ ശരിപ്പെടുത്തിയത് ഞാനല്ലേ എന്ന മറുപടിയിൽ മനുഷ്യൻ്റെ കൈവിരലുകളെക്കുറിച്ച് സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യനുള്ള വിരലടയാളം ആ മനുഷ്യന് മാത്രമേ ഉള്ളൂ, മറ്റൊരാൾക്കുമില്ല എന്ന് ബോധ്യമാകും. അപ്പോൾ നുരുമ്പിപ്പോയ അസ്ഥികളെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത്, പുനർജന്മത്തിൻ്റെ സമയത്ത് അള്ളാഹുവിന് ആള് മാറിപ്പോകുമോ എന്ന് സംശയിക്കുന്നവരോട് കൃത്യമായ മറുപടി, ഓരോ മനുഷ്യൻ്റെയും കൈവിരലിൽ മറ്റൊരു മനുഷ്യനും നൽകാത്ത പോലെ സവിശേഷവും മൗലികവുമായ വിരലടയാളം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അവൻ്റെ ഐഡൻറ്റിറ്റിക്കലാണ് അത്, മറ്റൊരാൾക്കും അതില്ല.
അങ്ങനെ വിരലടയാളം ശരിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. അത് നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, ഭാവിയിൽ അടുത്ത തലമുറയായിരിക്കും മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് ബോധ്യമാകും ആ അള്ളാഹുവിന് ഈ നുരുമ്പിപ്പോയ അസ്ഥികളെ ആ അസ്ഥികൾ ഏത് ശരീരത്തിലാണ് ഉണ്ടായിരുന്നത് ആ ശരീരത്തെ പുനർജനിപ്പിച്ച് അതിൻ്റെ റൂഹിനെ അതിലേക്ക് മടക്കി കൊടുക്കാൻ കഴിയും എന്ന അർത്ഥം ഈ വചനത്തിനുള്ളതായി ബോധ്യപ്പെടുന്നത് ഫിംഗർ പ്രിന്റുകളെ കുറിച്ചുള്ള പഠനം സുപരിചിതമായതിൻ്റെ ശേഷമാണ് എന്ന് മാത്രം.